അങ്ങനെ എക്സാം ഡേറ്റ് വന്നു കേട്ടോ. അപ്പോൾ എക്സാം ഡേറ്റ് വന്നപ്പോൾ ഞങ്ങളിതാ പ്രാക്ടിക്കലിൻ്റെ പൊരിച്ചലാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ ഹെയർ സ്റ്റൈലിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക വിചാരിച്ചിട്ട് എല്ലാവരും ഹെയർ സ്റ്റൈലിംഗ് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈൽ അമ്മു ഇതാ സെറ്റാക്കി തരിക കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെ ഹെയർ സ്റ്റൈലിങ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മൂനോട് പറയുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട് അമ്മു എൻ്റെ മുഖം കാണുമ്പോൾ പറഞ്ഞു. അപ്പം അമ്മൂസ് പറയണം സൂപ്പറായിട്ടുണ്ട് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ കുറച്ച് ഷോകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അമ്മൂനെ. അപ്പം അമ്മ അവിടെ നിന്ന് ചിരിക്കുകയാണ്. പിന്നെ അവിടെ ഇതാ ഷൈജ ചേച്ചീനെ ഹെയർ സ്റ്റൈൽ രേഷ്മ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഫേഷ്യൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മിസ്സ് ഇതങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ വന്ദനേച്ചി ഇതാ ചിത്രേനെയും ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ക്ലാസ്സിൽ ജഗ്ഗൊക്കെ ഓക്കെയാണ്. കാരണം എക്സാം എടുത്തില്ലേ, അപ്പം അത് കാരണം കൊണ്ട് ഇതാ രേഷ്മേനെ ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് സാരി ഒന്നും കൊടുന്നില്ല. അപ്പോൾ സാരി ഡ്രൈപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഷാളുണ്ട്. ഞങ്ങൾ ഇതാ സാരിയൊക്കെ സെറ്റ് ചെയ്ത് മേക്കപ്പ് ചെയ്തിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് ഒന്ന് ഒരുക്കിയതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ മൊത്തം പ്രാക്ടിക്കലിൻ്റെ ഒരു തിരക്കിലാണ് എക്സാം ഡേറ്റ് വന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതാ ഞാനും അമ്മയും കൂടി ഇങ്ങനെ നടന്നു പോണു. പിന്നെ ഞങ്ങളിതാ കണ്ണാടിയുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് എടുക്കുക, ഷോർട്സ് എടുക്കുക. അപ്പം ഞങ്ങളിങ്ങനെ പറയാണ് കോണ്ടാക്ട് ചെയ്യുക മേക്കപ്പിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും വന്ദനേച്ചിയും രേഷ്മയും കൂടിയിട്ട് റീൽസും ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.